ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം മുങ്ങിയിരിക്കുന്നു. വിഷ്ണു പ്രകാശുണ്ട്. വിഷ്ണു, ഇതൊരു പതിവ് കാഴ്ചയാണ്. എല്ലാ മഴക്കാലത്തും ശിവക്ഷേത്രം മുങ്ങുന്നത് അത് പതിവാണ്. പക്ഷേ മറ്റിടങ്ങളിലേക്കൊക്കെ ഈ തീരത്തേക്കൊക്കെ എത്ര അളവിൽ വെള്ളം കയറിയിട്ടുണ്ട്? അധികം നിലവിൽ ഈ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് പെരിയാറിലും അതുപോലെ തന്നെ ആലുവ ഭാഗങ്ങളിലും ഒക്കെ ഉള്ളത്. 3 പോയിന്റുകളാണ് പ്രത്യേകിച്ചും ആലുവയെ കേന്ദ്രീകരിച്ച് ഉള്ളത്. അതായത് ജലനിരപ്പിന്റെ അളക്കുന്ന 3 പോയിന്റുകൾ. കാലടി പോയിന്റ് ഉണ്ട്, അതുപോലെ മംഗളപ്പുഴ പോയിന്റ് ഉണ്ട്, കൂടാതെ മാർത്താണ്ഡവർമ്മ പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റുകളിലും ജലനിരപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നിരപ്പിനോട് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം ലഭിച്ച റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ അപകടനില ഈ ജലനിരപ്പിന്റെ മുന്നറിയിപ്പ് നിരപ്പ് എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ പോയിന്റിൽ മുന്നറിയിപ്പ് നിരപ്പ് എന്ന് പറയുന്നത് 3.19 മീറ്ററാണ്. നിലവിൽ അവർക്ക് ജലനിരപ്പ് ഈ ഒരു പോയിന്റ് പിന്നിട്ട് കഴിഞ്ഞത് 3.37 മീറ്ററിലാണ് ഏറ്റവും കൂടുതലത്തെ റിപ്പോർട്ട്. സമാനമായി തന്നെ കാലടി പോയിന്റിലും ഇതേ ഒരു അളവിലാണ് ഇപ്പോൾ ജലം ഒഴുകുന്നത്. അതായത് കനത്ത മഴ, ഇന്നലെ അർദ്ധരാത്രി മുതലുള്ള മഴ, അതാണ് പെട്ടെന്ന് പെരിയാറിൽ ഒരു വെള്ളം ഉയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. കൂടാതെ ഡാമുകളൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഭൂസംഘത്തിന്റെ 14 ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ജലം ഒലിച്ചു വരികയാണ്. ഏതായാലും ഇനിയും ക്രമാതീതമായി അപകടനിരപ്പ് പിന്നിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ദുരിതാശ്വാസ ക്യാമ്പിലോട്ടൊക്കെ ആ സമീപത്തുള്ള ആളുകളെ മാറ്റുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങും. ഏതായാലും ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തെ അവിടുത്തെ ക്ഷേത്രം സംബന്ധിച്ച് അത് എല്ലാ ഒരു വർഷക്കാലത്തും ഇത്തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കം അത് പതിവുള്ളതാണ്. എല്ലാ തവണയും ആ ക്ഷേത്രം അത് പൂർണ്ണമായി മുങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ഒരു അടി മാത്രമായിരുന്നു ഇന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജലനിരപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ ജലനിരപ്പ് കൂടിയതോടുകൂടി പൂർണ്ണമായും ആലുവ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. എല്ലാ വർഷങ്ങളിലും കാലവർഷത്തിലൊക്കെ പതിവ് കാഴ്ചയാണിത്. 1-2 തവണയൊക്കെ അതിൽ കൂടുതൽ തവണയൊക്കെ ക്ഷേത്രം മുങ്ങുന്ന പതിവുണ്ട്. പക്ഷേ കൂടുതൽ ഉയരത്തിലേക്ക് വെള്ളം വന്നാൽ അത് ആലുവയിലെയൊക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ ഒരു അപകട സാഹചര്യം ഉണ്ടാക്കും. പ്രത്യേകിച്ചും ആളുകളൊക്കെ മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകും.